ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെല്ലർ. എനിക്കായി മാത്രം ഭാഗം 5 തുടരുന്നു. ക്യാമറ കണ്ണുകളെല്ലാം ശിഖയെ ഫോക്കസ് ചെയ്തു. അത്ര ഭംഗിയിൽ അവൾ ആ സ്റ്റേജിനെ കയ്യിലെടുത്തു. അലക്സിനെ കാണുമ്പോൾ ആ ചൊടിയിൽ വിരിയുന്ന പുഞ്ചിരി എല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പിയിരുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടും അലക്സിനു വേണ്ടി അവളുടെ കണ്ണുകൾ തിരഞ്ഞു. തന്റെ പെർഫോമൻസ് അവളുടെ വായിൽ നിന്ന് കേൾക്കാനായി ശിഖയുടെ ഉള്ളു പൊതിച്ചു. ദൂരെ നിൽക്കുന്ന അലക്സിനെ കാണവേ അവൾക്കരികിലെത്താനായി പാഞ്ഞ ശിഖയെ, എന്നാൽ ചുറ്റും കൂടുന്ന ക്യാമറകൾ അതിനെ തടഞ്ഞു. നിസ്സഹായായി നിൽക്കുന്ന അവളെ നോക്കി അലക്സ് കണ്ണുകൾ അടച്ചു. എന്നിട്ട് ഞാൻ ഇവിടെയുണ്ട്, പേടിക്കണ്ട എന്ന ആംഗ്യം കാണിച്ചു. എന്നിട്ട് റിപ്പോർട്ടേഴ്സിന് മറുപടി നൽകാൻ കണ്ണുകൊടുക്കൊണ്ട് കാണിച്ചു. ശിഖ തലയാട്ടിക്കൊണ്ട് റിപ്പോർട്ടേഴ്സിന് നേരെ തിരിഞ്ഞു. അവരുടെ എല്ലാ ചോദ്യങ്ങളും പുഞ്ചിരിയോടും ബോൾഡായി നേരിടുന്ന ശിഖയെ ആരാധനയോടെ അലക്സ് നോക്കി നിന്നു. ഇടയ്ക്കെല്ലാം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞിരുന്നു. ഇരുവർക്കും പരസ്പരം വല്ലാത്തൊരു ഇഷ്ടം രൂപപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഷോയുടെ അവസാനം വന്നെത്തി. വിധികർത്താക്കൾ തങ്ങൾ കണ്ടെത്തിയ റിസൾട്ട് പറയാനായി മൈക്കെടുത്തു. ശിഖയും കൂട്ടരും ടെൻഷനോടെ നോക്കി നിന്നു. അവളുടെ മനസ്സിലെ ടെൻഷൻ എല്ലാം ആ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. അവൾ ഒരു നന്ദി എന്ന പോലെ അലക്സിനെ നോക്കി. അത്ഭുതം തോന്നി അവൾക്ക് ആ നിമിഷം. എന്നും കാണുന്ന ഭാവത്തോടെ, അല്ലെങ്കിൽ അതിനേക്കാൾ സന്തോഷത്തോടെ, അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒരു പുഞ്ചിരിയോടെ അലക്സ് ഇരിക്കുന്നു. ഒരു തുള്ളി ടെൻഷൻ പോലും ആ മുഖത്ത് കാണാനില്ല എന്നത് ശരിക്ക് അത്ഭുതം തന്നെ തോന്നി. കാരണം ഇവിടെ തങ്ങൾ തോറ്റുപോയാലോ എന്നുള്ള ഒരു ടെൻഷനും ആ മുഖത്ത് ഇല്ലായിരുന്നു. കമ്പനി ഇതേ ബാധിക്കുമോ അങ്ങനെ ഒന്നും. അലക്സ് തന്നെ നോക്കിയിരിക്കുന്ന ശിഖയെ കണ്ട് എന്താണ് എന്ന് പുരുകമുയർത്തി ചോദിച്ചു. അവൾ ചുമ്മാ ഒന്നുമില്ല എന്നും പറഞ്ഞു. അവൾ തിരിഞ്ഞതും അലക്സ് ചിരിയോടെ അവളെ ശ്രദ്ധിച്ചു. എന്നിട്ട് ഫുൾ ശ്രദ്ധ സ്റ്റേജിലേക്ക് തിരിച്ചു. അനൗൺസ് ചെയ്യാനായി ജഡ്ജസ് സ്റ്റേജിലേക്ക് വന്നു. എല്ലാവരും ആകർഷപൂർവ്വം നോക്കിയിരുന്നു. അവർ അനൗൺസ് ചെയ്തു, ദ വിന്നർ ഈസ് ബി ദ ബോൾഡ്. ശിഖയും കൂട്ടരും ഞെട്ടിപ്പോയി. കൂടെ ബെസ്റ്റ് മോഡൽ എന്നതിനാൽ ശിഖയും. എല്ലാവരും ഞെട്ടിയിരുന്നു. ശിഖ എന്ത് പറയണമെന്നറിയാതെ കണ്ണുകൾ മിഴിച്ചു നോക്കിയിരുന്നു. അലക്സിനെ സ്റ്റേജിലേക്ക് വരാനായി ക്ഷണിച്ചു. ലൈറ്റുകളും ക്യാമറകളും എല്ലാം അലക്സിനെ ഫോക്കസ് ചെയ്തു. അലക്സ് പുഞ്ചിരിയോടെ തനിക്കായി നൽകിയ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ശിഖയുടെ അടുത്തേക്ക് ചെന്നു. അവളൊന്നും മനസ്സിലാകാത്ത പോലെ ശിഖയെ നോക്കി. അലക്സ് ചെന്ന് അവളുടെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് നടന്നു. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ശിഖയും പുറകെ ചെന്നു. സ്റ്റേജിൽ കയറി അവാർഡ് വാങ്ങുമ്പോൾ ശിഖയും അലക്സും വല്ലാത്തൊരു സന്തോഷത്തോടെ പരസ്പരം നോക്കി. എന്നാൽ ആ സന്തോഷവേളയിൽ അവർക്കായുള്ള ശത്രുക്കൾ രൂപം കൊള്ളുന്നത് ഇരുവരും അറിഞ്ഞില്ല. കാരണം അവരുടെ ലോകത്ത് അവർക്ക് മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. മറ്റൊരാൾക്കും അവർ കടന്നു ചെല്ലാൻ കഴിയാത്തവണ്ണം അവരതിനെ തടഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പ്രോഗ്രാം കഴിഞ്ഞു. എല്ലാവരും അവർക്കായി ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയി. എന്നാൽ ശിഖ മാത്രം അവർക്കൊപ്പം ഉണ്ടായില്ല. അലക്സിനോട് അതിനെപ്പറ്റി ആരും ചോദിക്കാനും തോന്നിയില്ല. എല്ലാവർക്കും അവരോട് നീരസം ഉണ്ടായിരുന്നു എങ്കിലും അത് കാണിക്കാൻ അവർ തയ്യാറായില്ല. കാരണം അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് സത്യം. അങ്ങനെ അലക്സിന്റെ ഒപ്പം കാറിലിരിക്കുമ്പോൾ എല്ലാം എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ചോദ്യം മനസ്സിലുണ്ടെങ്കിലും ശിഖ അതൊന്നും ചോദിക്കാൻ പോയില്ല. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. എന്തായാലും ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. മാം, നമ്മൾ എവിടേക്കാണ് മാം പോകുന്നത്? ഡു യു ബിലീവ് മീ? യെസ് ഐ ഡു. എന്നാൽ കുറച്ചു നേരത്തേക്ക് സൈലന്റ് ആയിരിക്കും ശിഖ, എന്നിട്ട് ഈ സോങ് കേൾക്കാം എന്ന് പറഞ്ഞ് അലക്സ് ഒരു പാട്ട് പ്ലേ ചെയ്തു. കുറച്ചു നേരം അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം ശിഖ കണ്ണുകൾ അടച്ച് ആ സോങ് കേൾക്കാൻ തുടങ്ങി. ശിഖയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച ശേഷം അലക്സും പിന്നെ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു. പാട്ടിൽ ലയിച്ചിരുന്ന ശിഖ ചെറുതായി ഒന്ന് മയങ്ങിപ്പോയിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ടവൾ കണ്ണു തുറന്നു നോക്കി. സെക്യൂരിറ്റി അലക്സിനെ സല്യൂട്ട് ചെയ്യുകയും ബഹുമാനപൂർവ്വം അവരുടെ മുന്നിലായി കണ്ട് ഗേറ്റ് തുറക്കാനായി പോകുന്നതും ശിഖ കണ്ടു. വലിയൊരു ഗേറ്റ് അവർക്ക് മുന്നിലായി തുറക്കപ്പെട്ടു.
ശിഖ അത്ഭുതത്തോടെ നോക്കി. അതൊരു പാലസ് ആണെന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകും. അത്രയ്ക്ക് വലിയൊരു ബംഗ്ലാവ്. അതിനു മുന്നിലായി അലക്സ് തന്റെ കാർ നിർത്തി. എന്നിട്ട് അത് തുറക്കാനായി തന്റെ ആളുകൾക്കായി കാത്തിരുന്നു. ശിഖ ഇറങ്ങാനായി അവൻ വന്ന് തുറന്നതും ശിഖ ഇറങ്ങാനായി അലക്സ് ആവശ്യപ്പെട്ടു. ഇറങ്ങിയതും ഒരുവൻ വന്ന് അലക്സിന്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി കാർ അവിടുന്ന് മാറ്റാനായി തുടങ്ങി. അപ്പോഴേക്കും അലക്സ് ശിഖയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. അവൾ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അലക്സിനൊപ്പം ചെന്നു. അകത്തെ വർക്കുകൾ കണ്ട് അവൾ ഞെട്ടിപ്പോയി. അമേസിംഗ്. അവിടെയുള്ള പരിചയക്കാർ അവരെ കണ്ടതും തല കുനിച്ച് ബഹുമാനപൂർവ്വം നിന്നു. ഗ്ലാസ് നിർബന്ധമായ സ്റ്റെയർ കയറുമ്പോൾ എല്ലാം ശിഖ അലക്സിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അതറിഞ്ഞതുപോലെ അലക്സ് തന്നിലേക്ക് ശിഖയെയും ചേർന്ന് പിടിച്ചു. വലിയൊരു ഇടനായി കടന്ന് അലക്സ് ശിഖയെ ഒരു വലിയൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് അലക്സിന്റെ റൂമാണെന്ന് പറയാതെ തന്നെ മനസ്സിലാകുമായിരുന്നു. ഭിത്തിയിൽ അലക്സിനെ പുഞ്ചിരിക്കുന്ന വലിയൊരു പിക്ചർ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. പട്ടുമെത്ത പോലെ വലിയൊരു പെട്ട് എല്ലാം ഉണ്ടായിരുന്നു. സൈഡ് ഭിത്തികൾക്ക് പകരം എല്ലാം ഗ്ലാസുകളായിരുന്നു ഉണ്ടായിരുന്നത്. പുറം കാഴ്ചകളെല്ലാം റൂമിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. മനോഹരമായ വെള്ള കട്ടനുകൾ പകുതിയും ഗ്ലാസുകൾ മൂടിയിരുന്നു. റൂമിൽ ആവശ്യത്തിൽ കൂടുതൽ തണുപ്പുണ്ടായിരുന്നു. ഭംഗിയുള്ള പിക്ചറുകൾ, ആകർഷകമായ പൂക്കളും എല്ലാം കൊണ്ട് ആ റൂമിന് വല്ലാത്തൊരു ആകർഷണം തന്നെ ഉണ്ടായിരുന്നു. എല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്ന ശിഖയെ അലക്സ് തട്ടി വിളിച്ചു. ഹലോ, എന്താണ്? അവൾ തട്ടി വിളിക്കുമ്പോഴാണ് ശിഖ കാഴ്ചകളിൽ നിന്ന് കണ്ണു പറിച്ചത്. ഇത് മാമിന്റെ റൂമാണോ? അതെ, എന്ത് പറ്റി ശിഖ? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മാം. ചുറ്റും നോക്കിക്കൊണ്ട് ശിഖ ചിരിയോട് പറഞ്ഞു. കാഴ്ചകളൊക്കെ പിന്നെ കാണാം, പോയി റെഡിയാവാൻ നോക്ക്. ഇതാ കാണുന്നതാണ് ബാത്റൂം. താൻ ഉപയോഗിക്കും. ഇയാള് റെഡിയായി വരുമ്പോഴേക്കും അടുത്ത റൂമിൽ ഞാനും റെഡിയായി വരാം. അലക്സ് പറഞ്ഞത് കേട്ട് ശിഖ ചിരിയോടെ തലയാട്ടി. എന്നിട്ട് അലക്സ് റൂമിൽ നിന്ന് പോയതും അവൾ തന്റെ ബാഗ് തുറന്നു ഒരു വസ്ത്രമെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂം തുറന്നു അവൾക്ക് വലിയൊരു അത്ഭുതമൊന്നും തോന്നിയില്ല. ഇത്രയും വലിയ കൊട്ടാരത്തിൽ ഇത്രയും നല്ലൊരു ബാത്റൂം ഉണ്ടാവുന്നത് അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലോ. അവൾ ചിരിയോടെ ഓർത്തു. ശിഖ കുളിച്ചു റെഡിയായി വന്നപ്പോഴേക്കും അലക്സും എത്തിയിരുന്നു. അലക്സ് എന്നും കാണുന്ന വേഷത്തിൽ നിന്നും അവൾ കുറച്ച് വ്യത്യസ്തമായിരുന്നു. മുട്ടന് മുകളിലായി നിൽക്കുന്ന ബ്ലാക്ക് ഫ്രോക്കായിരുന്നു അവളുടെ വേഷം. ശിഖ വൈറ്റ് കുർത്തിയും ബ്ലാക്ക് പലാസോയും ഉപയോഗിച്ചു. ഇരുവരും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് അലക്സ് ശിഖയെ ഭക്ഷണത്തിനായി ക്ഷണിച്ചു. ഡൈനിങ് ടേബിൾ അവർ ചെല്ലുമ്പോഴേക്കും ഭക്ഷണം തയ്യാറായിരുന്നു. അവർക്കായി വിളമ്പുന്ന പരിചാരകർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ശിഖയും അലക്സും ഭക്ഷണം കഴിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ കൂടി. ചെറിയൊരു ഗാർഡൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ബാൽക്കണി താൻ ഇതുവരെ കാണാത്ത ചെടികളും എല്ലാം കണ്ട് ശിഖ പുഞ്ചിരിയോടെ അത്ഭുതത്തോടെ നോക്കി നിന്നു. തന്റെ പുറകിൽ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അലക്സ് കൈ രണ്ട് വൈൻ ഗ്ലാസുമായി അവൾക്ക് അരികിലേക്ക് വന്നു. ഇതാർക്കാ? ഇവിടെ നമ്മൾ രണ്ടുപേർ മാത്രമല്ലേ ശിഖ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല മാം. വോ, കൊള്ളാലോ. എന്നാൽ ആദ്യമായിട്ട് എന്നോടൊപ്പം. അല്ല, ഞാൻ അതിന് സമ്മതിക്കാതെ ശിഖയെ നോക്കി അലക്സ് പറഞ്ഞു. സി, ഇറ്റ്സ് ജസ്റ്റ് വൈൻ, ഡോണ്ട് വറി. അലക്സ് പുഞ്ചിരിയോടെ അവളുടെ കയ്യിലേക്ക് ആ വൈൻ ഗ്ലാസ് നീട്ടി. അത് വാങ്ങിക്കാതിരിക്കാൻ ശിഖയ്ക്കുമായില്ല. അവൾ തനിക്കരികിൽ നിൽക്കുന്ന ചെറിയ സിപ്പ് എടുക്കുന്ന അലക്സിനെ നോക്കി. എന്നിട്ട് പതിയെ ചോദിച്ചു, ഫാമിലിയൊക്കെ എവിടെയാ? ഇവിടെ ആരെയും കണ്ടില്ലല്ലോ. ഓ അതോ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അലക്സ് നിസ്സാരമായി അതിന് മറുപടി നൽകി. പക്ഷെ ശിഖയ്ക്ക് ഉത്തരമായിരുന്നില്ല കിട്ടുന്നത്. അവൾ പിന്നെയും ചോദിച്ചു, അതെന്താ, ഇത് മാമിന്റെ വീടല്ലേ? അപ്പോൾ ഇവിടെ എല്ലാവരും കാണണ്ടേ? നിഷ്കളങ്കമായി തന്നെ നോക്കി ചോദിക്കുന്ന ശിഖയെ കാണവേ അലക്സ് അവളെ നോക്കി ചോദിച്ചു, ഇത് എന്റെ വീടായിരുന്നില്ല, പിന്നെ എന്റെ ഭർത്താവിന്റെ വീടാണ്. അലക്സ് പെട്ടെന്നൊരു മറുപടി നൽകി. അത് കേട്ടതും ശിഖ ഞെട്ടി അവളെ നോക്കി. അലക്സ് പറഞ്ഞത് അവൾക്ക് വിശ്വസിക്കാനായില്ല. തലയിൽ
ആരും അടിച്ചതുപോലെ തോന്നി. കണ്ണുകൾ നിറയുന്നത് അവൾക്കറിയാൻ സാധിച്ചു. അവൾ ഒന്നും കൂടെ അലക്സിനെ നോക്കി ചോദിച്ചു, ആരുടെയാണെന്നാ മാം പറഞ്ഞത്? എന്റെ ഭർത്താവല്ലേ. അലക്സിന്റെ മറുപടി ഉൾക്കൊള്ളാനാകാതെ ശിഖ തരിച്ചു നിന്നു. ആരാണ് അലക്സിന്റെ ഭർത്താവ്? അലക്സിന്റെ ജീവിതം എന്താണ് അറിയാൻ കാത്തിരുന്നാലോ? തുടരുന്നു.